ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ വെച്ച് ഒരു അവതാരകൻ രത്തൻ ടാറ്റയോട് ചോദിച്ചു, താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ നിമിഷം? അദ്ദേഹം പറഞ്ഞു, ജീവിതത്തിൽ സന്തോഷത്തിന്റെ 4 വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ധാരാളം സ്വത്തും പണവും സമ്പാദിച്ചു കൂട്ടിയതാണ് ആദ്യ ഘട്ടം. എന്നാൽ അവിടെ നിന്ന് ഞാൻ ആഗ്രഹിച്ച ഒരു സന്തോഷം എനിക്ക് കിട്ടി. പിന്നെ രണ്ടാമത്തെ ഘട്ടം വന്നു. വളരെയധികം വിലപിടിപ്പുള്ള വസ്തുക്കൾ ഞാൻ ശേഖരിക്കാൻ തുടങ്ങി. പക്ഷേ അതിൽ നിന്ന് കിട്ടിയ സന്തോഷവും താൽക്കാലികമാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ മൂന്നാമത്തെ ഘട്ടത്തിലെത്തി. അവിടെ ഞാൻ പുതിയ കുറേയധികം പ്രൊജക്ടുകൾ ആരംഭിച്ചു. ഇന്ത്യയിലെയും ആഫ്രിക്കയിലെയും 95% എണ്ണയും വിതരണം ചെയ്യുന്നത് എന്റെ സ്ഥാപനത്തിന്റെ ചുമതല. മാത്രവുമല്ല, ഇന്ത്യയിലെയും ഏഷ്യയിലെയും ഏറ്റവും വലിയ സ്റ്റീൽ ഫാക്ടറികളുടെ ഉടമയായി ഞാൻ മാറി. എന്നിട്ടും ഞാൻ ആഗ്രഹിച്ച ഒരു സന്തോഷം എനിക്ക് അവിടെ നിന്ന് ലഭിച്ചിട്ടില്ല. അവസാനം 4ാമത്തെ ഘട്ടം വന്നു. അത് ഇങ്ങനെയായിരുന്നു. ഒരിക്കൽ 200 ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വീൽ ചെയർ വാങ്ങി നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ സുഹൃത്ത് എന്റെ അരികിലേക്ക് വന്നു. ഞാൻ ഉടൻ തന്നെ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്തു. എന്നാൽ അത് വിതരണം ചെയ്യുന്ന പരിപാടിയിൽ ഞാൻ തന്നെ എത്തണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു. ഞാനത് സമ്മതിച്ചു. അങ്ങനെ 200 കുട്ടികൾക്കും എന്റെ കൈകൊണ്ട് ഞാൻ വീൽ ചെയറുകൾ സ്വീകരിക്കുമ്പോൾ അവരുടെ മുഖത്ത് വെളിച്ചം പ്രകാശിക്കുന്നത് ഞാൻ കണ്ടു. അവിടെ നിന്ന് തിരിച്ചു പോകാൻ നേരം ഒരു കുട്ടി എന്റെ കാല് മുറുകെ പിടിച്ചു. ഞാൻ ഒരുപാട് ശ്രമിച്ചിട്ടും എനിക്ക് അത് മാറ്റാൻ സാധിച്ചു. അവസാനം ഞാൻ അവനോട് ചോദിച്ചു, നിനക്ക് വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ? എന്റെ മുഖത്തേക്ക് തന്നെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, എനിക്ക് താങ്കളുടെ മുഖം നന്നായി ഓർത്തു വെക്കണം. കാരണം നാളെ സ്വർഗത്തിൽ വെച്ച് നാം പരസ്പരം കണ്ടുമുട്ടുമ്പോഴും എനിക്ക് താങ്കളോട് നന്ദി പറയാം. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അധികാരത്തിലോ പണത്തിലോ പ്രശസ്തിയിലോ അല്ല, നമ്മുടെ കൂടെയുള്ള മനുഷ്യരെ കൂടി നമ്മൾ ചേർത്ത് നിർത്തുമ്പോഴാണ് യഥാർത്ഥ സന്തോഷം നമുക്ക് ലഭിക്കുക എന്ന് ആ കുഞ്ഞിൽ നിന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ ഉള്ളിലെ യഥാർത്ഥ സന്തോഷം എന്താണെന്ന് ആ ദിവസമാണ് ഞാൻ മനസ്സിലാക്കിയത്.